ഞാൻ വന്നിരിക്കുന്നത് യൂറോപ്പിലെ നാച്ചുറൽ ഹിസ്റ്റോറിക്കൽ മ്യൂസിയത്തിലാണ്. ഇവിടുന്ന് വ്ളോഗ് എടുക്കാൻ ഒരു രക്ഷയില്ല. കണ്ടോ തിരക്ക്. ഹോളിഡേ ആകുമ്പോൾ ഇവിടെ ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. സ്റ്റുഡൻസും പേരൻസും എല്ലാവരും ഇവിടെ ഉണ്ടാവും. നമ്മുടെ നാട്ടിലെ പോലെ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ബാക്കിൽ മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ലാർജസ്റ്റ് ആനിമൽ സ്കെൽറ്റൻ ഇൻ ദ വേൾഡ്. ഇതാന്ന് മനസ്സിലായല്ലോ. ബ്ലൂ വെയിലിൻ്റെ സ്കെൽറ്റൻ, ഒറിജിനൽ സ്കെൽറ്റൻ ആണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്നത് ഈ കാണുന്നത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഉൽക്കകൾ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ഒറിജിനൽ ഇവിടെ ഇരിക്കുന്നതുണ്ടോ, ഇതിൻ്റെ കണ്ടന്റ് എന്ന് പറയുന്നത് അയൺ, നിക്കൽ, പിന്നെ ജെം ക്വാളിറ്റിയിലെ ക്രിസ്റ്റൽസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒറിജിനൽ ഉൽക്ക സോളാർ സിസ്റ്റത്തിൽ നിന്നും മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് ഫോം ചെയ്ത് ഭൂമിയിലേക്ക് വീണ ഉൽക്കയുടെ ഒരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു റോക്കിൻ്റെ ഒരു ഭാഗമാണ്. ഇത് കടലിനടിയിലുണ്ടായതാണ്. ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്ത ഓക്സിജനും അവിടുത്തെ അയണും കൂടെ കമ്പൈൻ ആയിട്ട് ഓക്സിജനറേഷൻ നടന്ന് ഉണ്ടായ റോക്കാണിത്. ഈ കാണുന്ന ലെയേഴ്സ്, ഈ ലെയേഴ്സിനകത്ത് പല തട്ടുകളിലായിട്ട് അതിൻ്റെ ഓരോ ഇയേഴ്സ് കൊണ്ട്, എത്ര ബില്യൺ, 2 ബില്യൺ ഇയേഴ്സ് കൊണ്ട് എടുത്ത ഒരു റോക്കിൻ്റെ ഭാഗമാണ്. ഇവിടെ നമുക്ക് നാട്ടിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിവിധതരം ബേർഡ്സിനെ നമുക്ക് കാണാൻ സാധിക്കും. ചിരിക്കുന്ന ഫാൽക്കൺ ഉണ്ട്, ഈ ഇരിക്കുന്നത് ലാഫിംഗ് ഫാൽക്കൺ. പിന്നെ ബൂട്ടുള്ള ഈഗിൾ, ബൂട്ട്. വിവിധ തരത്തിലുള്ള ഈഗിൾസ് ഉണ്ട്. ഒരു സൈസ് അവൻ്റെ കൈയിട്ടവനൊക്കെ, അവൻ്റെ കൈ എൻ്റെ അത് ഇട്ടേക്കുന്നത്. നമ്മുടെ പെൻഗ്വിൻ, ഫ്ലമിംഗോ. ഇതേ ഒരു കുഞ്ഞു പക്ഷി ഇരിക്കുന്നുണ്ടോ, ഒട്ടക പക്ഷിയുടെ അടുത്ത പക്ഷി ഒന്ന് വെച്ച് നോക്കേ. സിൽവറും ഗോൾഡും ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇതേ നോക്കേ, ആ തിളങ്ങുന്ന ചെറിയ സാധനം കണ്ടോ, അതാണ് സിൽവർ. റൈറ്റിൽ കാണുന്നത് ഗോൾഡ്. വോൾക്കാനോയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലോ. വോൾക്കാനോ പുറത്തേക്ക് വന്ന് അന്തരീക്ഷ ടെമ്പറേച്ചറുമായിട്ട് ചേരുമ്പോഴേക്ക് അത് റോക്കായി മാറുന്ന ആ ഒരു കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. ഗ്രാനൈറ്റ് ആണ് ഈ കാണുന്നത്. ഇഗ്നിയസ് റോക്ക് ഫോം വെൻ മാഗ്മ കൂൾസ് സ്ലോലി. ഇത് ഇഗ്നിയസ് റോക്കാണ്. ഇന്ത്യയുടെ സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ഇതേ കണ്ടോ, ഡെക്കാനിൽ ഫോം ചെയ്തത്, അതായത് മഹാരാഷ്ട്രയിൽ നിന്നും പൂനെയിൽ നിന്നും കൊണ്ടുവച്ച സാധനമാണ് ഇത്. ഹായ് ഗൈസ്, മുത്തശ്ശന്മാരെ കാണണോ? ഈ സയൻറ്റിസ്റ്റൊക്കെ പറയുന്നത് പോലെ നമ്മൾ ചില്ലറപ്പുള്ളികളൊന്നും അല്ല കേട്ടോ. ഈ സൈഡിൽ കാണുന്നുണ്ടോ, ഇത് ഇത്രയും ഇത് മറ്റേ ഹോമോബിയൻസ്, ബൊണോബോ എന്ന ഒരു. ഹായ് സുഹൃത്തുക്കളെ, നമ്മുടെ ചരിത്രം ഇവിടെ ഈ മതിലിൽ ഉറങ്ങുന്നു. നമ്മളെ ചില്ലറ പുള്ളികളൊന്നും അല്ല. അതായത് സയന്റിസ്റ്റ് പറയുന്നത് 2 തരം മൃഗങ്ങളുടെ കോമ്പിനേഷനാണ് നമ്മളെന്നാ ഇപ്പോൾ കാണുന്ന നമ്മൾ. ഓക്കെ, ഈ ഇരിക്കുന്നത് ബോണോബോ എന്ന് പറയുന്ന ഒരു ആനിമലിൻ്റെ സ്കെൽറ്റൻ, അതായത് സ്കള്ളും, ഈ സൈഡിൽ കാണുന്നത് ചിമ്പാൻസിയുടെ വർഗ്ഗം. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, അത് പരിണമിച്ചാണ് നമ്മൾ ഉണ്ടായതെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇന്ന് കാണുന്ന നമ്മുടെ സ്കള്ളാണ് ഈ ഇരിക്കുന്നത്. ഇവർക്കൊന്നും ജോലൈൻ ഇല്ല. ഇവിടെ കണ്ടോ, ജോലൈൻ ഇല്ലാത്ത, ഇവിടെ എങ്ങും ജോലൈൻ കാണുന്നില്ല. പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴാണ് ജോലൈൻ ഉണ്ടാവുന്നത്. ഉണ്ടായിരിക്കും, ചിലപ്പോൾ കിട്ടാത്തതായിരിക്കും, അവശിഷ്ടം കിട്ടാത്ത. ഇപ്പോൾ നിൽക്കുന്ന ഗ്യാലറി
വോൾക്കാനോ ആൻഡ് എർത്ത്ക്വേക്ക് എവിടെയൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് കാണിക്കുന്നതാണ്. ഇത് നമ്മൾ ചിത്രങ്ങളിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇതല്ലോ വോൾക്കാനോ വരുന്ന വഴിയാണ് ഈ ലാവ. എന്നിട്ട് ലാവ മുകളിലേക്ക് വന്ന് റോക്കായി മാറുന്നത്. പ്യൂമിക് സ്റ്റോൺ, ആൻഡസൈറ്റ്, ഒബ്സിഡിയൻ. 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 പിന്നെ നമ്മുടെ കരിമ്പാറകൾ, കരിങ്കല്ലുകൾ ഭൂമിക്കടിയിലുണ്ടെന്ന് നമ്മൾ പറയപ്പെടുന്ന അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന റോക്സാണിത്, മിനറൽസാണ് ഈ കാണുന്നതൊക്കെ. ഇതിൻ്റെ ഒറിജിനൽ ഫോംസാണ് ഈ ഇരിക്കുന്നത്. ഇത് 2 തരം മാഗ്നറ്റ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്ന മാഗ്നറ്റ് നമ്മുടെ ലൗഡ് സ്പീക്കറിൽ, മൊബൈൽ ഫോണിൽ, ലൗഡ് സ്പീക്കറിൽ, ഇലക്ട്രിക് ഗിറ്റാർസിലൊക്കെ ഉപയോഗിക്കുന്ന മാഗ്നറ്റ് ആയിരിക്കുന്നത്. ഇവിടെ വന്നുണ്ടോ റെയർ എർത്ത് മിനറൽസ് അറൗണ്ട് ദി വേൾഡിൽ നമ്മുടെ ഇന്ത്യ ഉണ്ടല്ലോ. ഗ്രാഫൈറ്റ് കിട്ടുന്നത് ഇന്ത്യയിൽ നിന്നാണ്.